എല്ലാ കൂട്ടുകാർക്കും സ്മാർട്ട് ക്ലാസ് PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി നവോത്ഥാന നായകന്മാരെക്കുറിച്ചുള്ളൊരു സീരീസാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മളുടെ 9ാമത്തെ ക്ലാസ് ആണ്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സഹോദരൻ അയ്യപ്പൻ, ഡോക്ടർ പൽപു എന്നിവരെ കുറിച്ചിട്ടാണ്. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രയോജനകരമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സഹോദരൻ അയ്യപ്പൻ്റെ കാലഘട്ടം 1889 മുതൽ 1968 വരെയായിരുന്നു. സഹോദരൻ അയ്യപ്പൻ്റെ കാലഘട്ടം 1889 മുതൽ 1968 വരെയായിരുന്നു. സഹോദരൻ അയ്യപ്പൻ ജനിച്ചത് എറണാകുളം ജില്ലയിലെ ചേറായിൽ. ചേറായിലാണ്. എന്നാണ് ജനിച്ചത്? 1889 ആഗസ്റ്റ് 21-നാണ്. എറണാകുളം ജില്ലയിലെ ചേറായിലാണ് ജനിച്ചത്. കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സഹോദരൻ കെ അയ്യപ്പനാണ്. ആധുനിക പ്രസംഗ സമ്പ്രദായത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച സംഘടനയാണ് കേരള സഹോദര സംഘം. സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച സംഘടനയാണ് കേരള സഹോദര സംഘം. സഹോദര സംഘം സ്ഥാപിച്ച വർഷം 1917. സഹോദര സംഘം സ്ഥാപിച്ച വർഷം 1917. 1917-ലാണ് സഹോദര സംഘം സ്ഥാപിച്ചത്. സഹോദര സംഘത്തിന്റെ മുഖപത്രമാണ് സഹോദരൻ. സഹോദര സംഘത്തിന്റെ മുഖപത്രമാണ് സഹോദരൻ. സഹോദരൻ എന്ന പത്രം ആരംഭിച്ചത് എവിടെ നിന്നാണ്? മട്ടാഞ്ചേരി. മട്ടാഞ്ചേരിയിൽ നിന്നിട്ടാണ് സഹോദരൻ എന്ന പത്രം ആരംഭിച്ചത്. അപ്പോൾ സഹോദരൻ എന്താണ്? സഹോദര സംഘത്തിന്റെ മുഖപത്രമാണ് സഹോദരൻ. ഈ പത്രം എവിടെ നിന്നാണ് ആരംഭിച്ചത്? മട്ടാഞ്ചേരിയിൽ നിന്നാണ്. മട്ടാഞ്ചേരിയിൽ നിന്നാണ് സഹോദരൻ എന്ന പത്രം ആരംഭിച്ചത്. വേലക്കാരൻ എന്ന പത്രം തുടങ്ങിയത് സഹോദരൻ അയ്യപ്പനാണ്. അപ്പോൾ വേലക്കാരൻ എന്ന പത്രവും ആരുടെ തന്നെയാണ്? സഹോദരൻ അയ്യപ്പൻ്റെതാണ്. അപ്പോൾ സഹോദരൻ അയ്യപ്പൻ്റെ 2 പത്രങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. ഏതൊക്കെയാണ്? ഒന്ന് സഹോദരൻ, ഒന്ന് വേലക്കാരൻ. ആലുവയ്ക്കടുത്ത് ശ്രീനാരായണ സേവികാ സമാജം ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. എന്നാണ് ആരംഭിച്ചത്? 1964. ആലുവയ്ക്കടുത്ത് ശ്രീനാരായണ സേവികാ സമാജം. ശ്രീനാരായണ സേവികാ സമാജം ആരംഭിച്ച നവോത്ഥാന നായകനാണ് സഹോദരൻ അയ്യപ്പൻ. എന്നാണ് തുടക്കം കുറിച്ചത്? 1964. സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനത്തിന് തുടക്കം കുറിച്ച സ്ഥലമാണ് ചേറായി. അപ്പോൾ മിശ്രഭോജനം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സഹോദരൻ അയ്യപ്പനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മിശ്രഭോജനത്തിന് തുടക്കം കുറിച്ച സ്ഥലം ഏതാണ്? ചേറായി. സഹോദരൻ അയ്യപ്പന്റെ ജന്മസ്ഥലമായ ചേറായിൽ വെച്ച് തന്നെയാണ് മിശ്രഭോജനത്തിന് തുടക്കം കുറിച്ചത്. സഹോദരൻ അയ്യപ്പൻ സ്ഥാപക എഡിറ്ററായി ആരംഭിച്ച പത്രമാണ് യുക്തിവാദി. ഇതാണ് സഹോദരൻ അയ്യപ്പൻ സ്ഥാപക എഡിറ്ററായി ആരംഭിച്ച പത്രമാണ് യുക്തിവാദി. സഹോദരൻ അയ്യപ്പൻ സ്ഥാപക എഡിറ്ററായി ആരംഭിച്ച പത്രമാണ് യുക്തിവാദി. നമ്മൾ നേരത്തെ 2 പത്രം പറഞ്ഞായിരുന്നല്ലേ? അത് ഏതൊക്കെയായിരുന്നു? നേരത്തെ പറഞ്ഞ പത്രങ്ങൾ ഏതൊക്കെയായിരുന്നു? ഒന്ന് സഹോദരൻ, ഒന്ന് വേലക്കാരൻ. ഇത് രണ്ടും സഹോദരൻ അയ്യപ്പന്റെ പത്രങ്ങളായിരുന്നു. എന്നാൽ യുക്തിവാദി എന്താണ്? സഹോദരൻ അയ്യപ്പൻ സ്ഥാപക എഡിറ്ററായി ആരംഭിച്ച പത്രമാണ് യുക്തിവാദി. സഹോദരൻ അയ്യപ്പൻ സ്ഥാപക എഡിറ്ററായി ആരംഭിച്ച പത്രമാണ് യുക്തിവാദി. യുക്തിവാദി മാസിക ആരംഭിച്ച വർഷം 1928. യുക്തിവാദി മാസിക ആരംഭിച്ച വർഷം എന്നാണ്? 1928. കൊച്ചി രാജാവ് വീരശൃംഖല നൽകി ആദരിച്ചത് സഹോദരൻ അയ്യപ്പനെയാണ്. കൊച്ചി രാജാവ് വീരശൃംഖല നൽകി ആദരിച്ചത് ആരെയാണ്? സഹോദരൻ അയ്യപ്പനെയാണ്. യുക്തിവാദി മാസികയുടെ ആപ്തവാക്യം. യുക്തിവാദി മാസികയുടെ ആപ്തവാക്യം എന്താണ്? യുക്തിയേന്തി മനുഷ്യന്റെ ബുദ്ധിശക്തി ഗണിച്ചതിൽ
ലഭിച്ചതല്ലാതിലൊന്നും ലോകവിജ്ഞാന രാശിയിൽ. എന്താണ്? യുക്തിവാദി മാസികയുടെ ആപ്തവാക്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യുക്തിയേന്തി മനുഷ്യന്റെ ബുദ്ധിശക്തി ഗണിച്ചത് ലഭിച്ചതല്ലാതിലൊന്നും ലോകവിജ്ഞാന രാശിയിൽ. സഹോദരൻ അയ്യപ്പൻ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷം 1928. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. സഹോദരൻ അയ്യപ്പൻ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നാണ്? 1928. സഹോദരൻ അയ്യപ്പൻ 1938 സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് സോഷ്യലിസ്റ്റ് പാർട്ടി. സഹോദരൻ അയ്യപ്പൻ 1938 സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് സോഷ്യലിസ്റ്റ് പാർട്ടി. അപ്പോൾ 1928 കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 1938 സോഷ്യലിസ്റ്റ് പാർട്ടി സ്ഥാപിച്ചു. കൊച്ചി മന്ത്രിസഭയിലും തിരുക്കൊച്ചി മന്ത്രിസഭയിലും അംഗമായിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് സഹോദരൻ അയ്യപ്പൻ. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണിത്. കൊച്ചി മന്ത്രിസഭയിലും തിരുക്കൊച്ചി മന്ത്രിസഭയിലും അംഗമായിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് സഹോദരൻ അയ്യപ്പൻ. ധർമ്മത്താൽ ചണ്ടാലൻ, കർമ്മത്താൽ ബ്രാഹ്മണൻ, ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് സഹോദരൻ അയ്യപ്പനാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ധർമ്മത്താൽ ചണ്ടാലൻ, കർമ്മത്താൽ ബ്രാഹ്മണൻ. ഇങ്ങനെ അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകനാണ് സഹോദരൻ അയ്യപ്പൻ. പുലയൻ അയ്യപ്പൻ എന്നറിയപ്പെട്ടിരുന്നത് സഹോദരൻ അയ്യപ്പൻ. പുലയൻ അയ്യപ്പൻ എന്നറിയപ്പെട്ടിരുന്നത് സഹോദരൻ അയ്യപ്പനാണ്. അയ്യപ്പൻ മാസ്റ്റർ എന്നറിയപ്പെട്ടിരുന്നതും ആര് തന്നെയാണ്? സഹോദരൻ അയ്യപ്പൻ തന്നെയാണ്. അയ്യപ്പൻ മാസ്റ്റർ എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനും ആര് തന്നെയാണ്? സഹോദരൻ അയ്യപ്പൻ തന്നെയാണ്. മിശ്രഭോജന പ്രസ്ഥാനം ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പനാണ് എന്നാണ്? 1917. 1917 മിശ്രഭോജന പ്രസ്ഥാനം ആരംഭിച്ചത്. ആരാണ് ആരംഭിച്ചത്? സഹോദരൻ അയ്യപ്പൻ. വിദ്യാപോഷിണി എന്ന സാംസ്കാരിക സംഘടനയ്ക്ക് രൂപം നൽകിയത് സഹോദരൻ അയ്യപ്പനാണ്. വിദ്യാപോഷിണി എന്ന സാംസ്കാരിക സംഘടനയ്ക്ക് രൂപം നൽകിയ നവോത്ഥാന നായകനാണ് സഹോദരൻ അയ്യപ്പൻ. SNDP യോഗം പ്രസിഡന്റായി സഹോദരൻ അയ്യപ്പൻ തിരഞ്ഞെടുക്കപ്പെട്ട വർഷമാണ് 1940. SNDP യോഗം പ്രസിഡന്റായി സഹോദരൻ അയ്യപ്പൻ തിരഞ്ഞെടുക്കപ്പെട്ട വർഷമാണ് 1940. സഹോദരൻ അയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചേറായി. സഹോദരൻ അയ്യപ്പൻ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ചേറായിലാണ്. സഹോദരൻ അയ്യപ്പൻ അന്തരിച്ചത് 1968 മാർച്ച് 6-നാണ്. സഹോദരൻ അയ്യപ്പൻ അന്തരിച്ചത് 1968 മാർച്ച് 6-നാണ്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന സന്ദേശം നൽകിയത് സഹോദരൻ അയ്യപ്പനാണ്. എന്താണ്? ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന സന്ദേശം നൽകിയ നവോത്ഥാന നായകനാണ് സഹോദരൻ അയ്യപ്പൻ. അപ്പോൾ ജാതി ഒന്ന്, മതമൊന്ന്, കുലമൊന്ന്, ദൈവമൊന്ന്, ലോകമൊന്ന് എന്ന സന്ദേശം നൽകിയ നവോത്ഥാന നായകൻ ആരാണ്? അത് വൈകുണ്ഠസ്വാമികളാണ്. എന്നാൽ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം നൽകിയത് ആരാണ്? അത് ശ്രീനാരായണ ഗുരുവാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം നൽകിയ നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. ഇനി നമുക്ക് ഡോക്ടർ പൽപുവിനെ കുറിച്ച് നോക്കാം. ഡോക്ടർ പൽപുവിന്റെ കാലഘട്ടം 1863 മുതൽ 1950 വരെ ആയിരുന്നു. ഡോക്ടർ പൽപുവിന്റെ കാലഘട്ടം 1863 മുതൽ 1950 വരെ ആയിരുന്നു. ഡോക്ടർ പൽപു ജനിച്ചത് 1863 നവംബർ 2. ഡോക്ടർ പൽപു ജനിച്ചത് 1863 നവംബർ 2. പൽപുവിന്റെ കുട്ടിക്കാല നാമമാണ് കുട്ടിയപ്പി. പൽപുവിന്റെ കുട്ടിക്കാല നാമമാണ് കുട്ടിയപ്പി. തിരുവിതാംകൂർ ഈഴവ സഭ സ്ഥാപിച്ചത് ഡോക്ടർ പൽപുവാണ് എന്നാണ്? 1896. അപ്പോൾ 1896 തിരുവിതാംകൂർ ഈഴവ സഭ സ്ഥാപിച്ചത് ആരാണ്? ഡോക്ടർ പൽപുവാണ്. ഈഴവ മെമ്മോറിയൽ ഒപ്പിട്ടവരുടെ എണ്ണം 13,176 പേരാണ്. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാണ്? അത് ഡോക്ടർ പൽപുവാണ്. എന്നാണ് ഈഴവ മെമ്മോറിയൽ?
1896 ഈഴവ മെമ്മോറിയൽ, അതായത് ഒന്നാം ഈഴവ മെമ്മോറിയൽ 1896 ഇതിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പുവാണ്. ഈഴവ മെമ്മോറിയലിൽ ഒപ്പിട്ടവരുടെ എണ്ണം 13,176 1900 രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ്? കഴ്സൺ പ്രഭുവിനാണ്. അപ്പോൾ ഒന്നാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ്? അത് ശ്രീമൂലം മഹാരാജാവിനാണ്. മലയാളി മെമ്മോറിയലിൽ മൂന്നാമത്തെ ഒപ്പുവെച്ചത് ഡോക്ടർ പൽപ്പു. മലയാളി മെമ്മോറിയലിൽ മൂന്നാമത്തെ ഒപ്പുവെച്ച വ്യക്തിയാണ് ഡോക്ടർ പൽപ്പു. ഈഴവ സമുദായത്തിൽ നിന്നും മെഡിക്കൽ ഡിഗ്രി എടുത്ത ആദ്യ വ്യക്തിയാണ് ഡോക്ടർ പൽപ്പു. ഈഴവ സമുദായത്തിൽ നിന്നും മെഡിക്കൽ ഡിഗ്രി എടുത്ത ആദ്യ വ്യക്തിയാണ് ഡോക്ടർ പൽപ്പു. ഡോക്ടർ പൽപ്പു മൈസൂരിൽ വെച്ച് സ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടിയ വർഷമാണ് 1882. ഡോക്ടർ പൽപ്പു മൈസൂരിൽ വെച്ച് സ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടിയ വർഷമാണ് 1882. നടരാജഗുരു ആരാണ്? അപ്പോൾ നടരാജഗുരു ആരാണ്? ഡോക്ടർ പൽപ്പുവിന്റെ പുത്രനാണ്. നടരാജഗുരു. മദ്രാസ് മെയിൽ പത്രത്തിൽ തിരുവിതാംകോട്ടെ തീയൻ എന്ന ലേഖനം എഴുതിയത് ഡോക്ടർ പൽപ്പുവാണ്. എന്താണ്? മദ്രാസ് മെയിൽ എന്ന പത്രത്തിൽ തിരുവിതാംകോട്ടെ തീയൻ എന്ന ലേഖനം എഴുതിയത് ആരാണ്? അത് ഡോക്ടർ പൽപ്പുവാണ്. ട്രീറ്റ്മെന്റ് ഓഫ് തിയാസ് ഇൻ ട്രാവൻകൂർ എന്ന പുസ്തകം രചിച്ചത് ഡോക്ടർ പൽപ്പുവാണ്. ട്രീറ്റ്മെന്റ് ഓഫ് തിയാസ് ഇൻ ട്രാവൻകൂർ എന്ന പുസ്തകം രചിച്ച വ്യക്തിയാണ് ഡോക്ടർ പൽപ്പു. ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് ഡോക്ടർ പൽപ്പുവിനെ വിശേഷിപ്പിച്ചതാര്? സരോജിനി നായിഡു. എന്താണ്? ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് ഡോക്ടർ പൽപ്പുവിനെ വിശേഷിപ്പിച്ചത് ആരാണ്? സരോജിനി നായിഡു ആണ്. ഡോക്ടർ പൽപ്പുവിനെ ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് റിട്ടി ലൂക്കോസ് ആണ്. അപ്പോൾ റിട്ടി ലൂക്കോസ് എന്താണ് പറഞ്ഞത്? ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്ന് ഡോക്ടർ പൽപ്പുവിനെ വിശേഷിപ്പിച്ച വ്യക്തിയാണ് റിട്ടി ലൂക്കോസ്. മൈസൂരിലെ വലിഗർ സമുദായത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള പോരാട്ടത്തിൽ അവരെ സഹായിച്ച കേരളീയനാണ് ഡോക്ടർ പൽപ്പു. മൈസൂരിലെ വലിഗർ സമുദായത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള പോരാട്ടത്തിൽ അവരെ സഹായിച്ച കേരളീയ നവോത്ഥാന നായകനാണ് ഡോക്ടർ പൽപ്പു. മലബാർ വ്യവസായവൽക്കരണവുമായി ബന്ധപ്പെട്ട് മലബാർ ഇക്കണോമിക്സ് യൂണിയൻ എന്ന സംഘടന സ്ഥാപിച്ചത് ഡോക്ടർ പൽപ്പുവാണ്. മലബാർ വ്യവസായവൽക്കരണവുമായി ബന്ധപ്പെട്ട് മലബാർ ഇക്കണോമിക്സ് യൂണിയൻ എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? ഡോക്ടർ പൽപ്പുവാണ്. 1896 ഈഴവ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത് ആരാണ്? അത് ഡോക്ടർ പൽപ്പുവാണ്. 1896 രണ്ടാം ഈഴവ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത് ഡോക്ടർ പൽപ്പുവാണ്. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്, അതായത് ഒന്നാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ശ്രീമൂലം തിരുനാളിനാണ്. 1896 ഒന്നാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ശ്രീമൂലം തിരുനാളിനാണ്. ഡോക്ടർ പൽപ്പുവിന്റെ യഥാർത്ഥ നാമം പത്മനാഭൻ. ഡോക്ടർ പൽപ്പുവിന്റെ യഥാർത്ഥ നാമം എന്താണ്? പത്മനാഭൻ. ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ എന്ന സംഘടനയുടെ സ്ഥാപകനാണ് ഡോക്ടർ പൽപ്പു. ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ എന്ന സംഘടനയുടെ സ്ഥാപകനാണ് ഡോക്ടർ പൽപ്പു. ഡോക്ടർ പൽപ്പു അന്തരിച്ചത് 1950 ജനുവരി 25. ഡോക്ടർ പൽപ്പു അന്തരിച്ചത് 1950 ജനുവരി 25. ഡോക്ടർ പൽപ്പു ധർമ്മബോധത്തിൽ ജീവിച്ച കർമ്മയോഗി എന്ന പുസ്തകം രചിച്ചത് MK സാനുവാണ്. എന്താണ്? ഡോക്ടർ പൽപ്പു ധർമ്മബോധത്തിൽ ജീവിച്ച കർമ്മയോഗി എന്ന പുസ്തകം രചിച്ചത് ആരാണ്? MK സാനുവാണ്. താങ്ക് യു.